ശ്രീമതി കെ ശൈലജ ടീച്ചർ. ആദിവാസി പോപ്പുലേഷൻ കൂടുതലുള്ള മേഖലകളിൽ ട്രേസ് പദ്ധതിയുടെ ഭാഗമായി കരിയർ ഗൈഡൻസ് സെൻറ്റർ ഏർപ്പാടാക്കുന്നതിനും ഈ വ്യവസായ വകുപ്പിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ച ഇൻറ്റേൺമാരെ പോലെ തന്നെ ആ മാതൃകയിൽ ഒരു ഇൻറ്റേണിനെ അതിൻ്റെ ചുമതലക്ക് നിശ്ചയിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ആദിവാസി യുവാക്കളെയും യുവതികളെയും ട്രെയിനിങ് നൽകുക മാത്രമല്ല അവരെ സംരംഭകത്വത്തിന് അടക്കം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അത്തരമൊരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അങ്ങനെയൊന്ന് അനുവദിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ മട്ടന്നൂർ നിയോജക മണ്ഡലത്തിൽ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് ഞാൻ അവിടുത്തെ MLA എന്നുള്ള നിലയിൽ പറയുന്നു. ഞാൻ മാത്രമല്ല മറ്റ് നിരവധി MLAമാരും അവരുടെ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് അതിനെ മുൻഗണന കൊടുക്കും എന്നുള്ളതാണ് തോന്നുന്നത്. അത്തരമൊരു പദ്ധതി ആവിഷ്കരിക്കുന്നതിനെക്കുറിച്ച് അങ്ങ് ആലോചിക്കുമോ? യെസ് മിനിസ്റ്റർ. സാർ, നമ്മുടെ ഈ കാരിയർ ഗൈഡിന് പുറമെ ഇപ്പോൾ ടീച്ചർ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ തന്നെ ഈ പദ്ധതി തുടക്കം കുറിച്ചിരുന്നു. അതാണ് ഈ അപ്പാരൻറ്റ് പാർക്ക് പോലെയുള്ള കാര്യങ്ങൾ. കുറഞ്ഞ വിദ്യാഭ്യാസമുള്ളവർക്കും ഒരു തൊഴിൽ വരുമാനം ഉണ്ടാവണം. അതിനുവേണ്ടിയാണ് നമ്മൾ അപ്പാരൻറ്റ് പാർക്ക് പോലെയുള്ള പദ്ധതികൾ ഇപ്പോൾ നേരത്തെ അട്ടപ്പാടിയിലും അതുപോലെ വയനാട് ജില്ലയിലൊക്കെ ആരംഭിച്ചിരുന്നു. ടീച്ചർ പറഞ്ഞ പോലെയുള്ള മറ്റ് ജില്ലകളിൽ ആവശ്യമായി വരുന്ന മുറയ്ക്ക് നമുക്ക് ആ പദ്ധതികൾ ആരംഭിച്ച് അവിടെ കൂടുതൽ ഉദ്യോഗാർത്ഥികൾക്ക് പരിശീലനം തൊഴിലവസരം ഒരുക്കാൻ വേണ്ടി സാധിക്കും. യെസ്.